ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറും ഒരു പുതിയതായിട്ട് ഈ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വരുന്ന ഒരാളും, ഇയാൾ രണ്ട് പേരെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ടുള്ള ഒരാളാകുമ്പം അവർക്ക് എപ്പോഴും വേണ്ടത് ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ടാണ്. നമ്മളത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം മാർക്കറ്റിംഗ് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഫുള്ളായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈവൻ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആൾക്കാർ വരെ വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു, പ്രോഫിറ്റബിളായിട്ട്, നഷ്ടത്തിലല്ല കൊണ്ടുവന്ന് എല്ലാവരും പ്രോഫിറ്റബിളായിട്ട് തന്നെ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഫീൽഡിലുള്ള ആൾക്കാർ അവരും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരും അവർ നല്ല രീതിയിൽ അവരും ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ തുടങ്ങി വലിയ രീതിയിൽ തന്നെ ഡെവലപ്പായി വരുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ പോകുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് എല്ലാവരും ഉള്ളത്. പിന്നെ നമ്മൾ അവർക്കെല്ലാം ചെയ്ത് കൊടുക്കുന്നത് മാർക്കറ്റിംഗ് സപ്പോർട്ട്, ബ്രാൻഡിങ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കേരളത്തിലുടനീളം, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്, കർണാടക, അതർ സ്റ്റേറ്റുകളിലെല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോൾ ഇല്ലാത്ത ഏരിയകളിൽ, നമ്മുടെ പ്രസൻസ് ഇല്ലാത്ത ഏരിയകളിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാവുന്നതാണ്. ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ മാത്രമേ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഓൺലി ത്രൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്.